നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ റോഡിൽ വഴുതലുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ യുവാവ് തന്റെ വീൽ ചെയർ നീക്കാൻ നന്നായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഇത് കണ്ട ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് ഓടിയെത്തി ആ യുവാവിനെ സഹായിക്കുന്നുമുണ്ട്. ദയാലുവായ പെൺകുട്ടി അവനെ അവളുടെ ഫ്ലവർ ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയും അവന്റെ ശരീരത്തിലെ ഈരം മാറ്റാനായി ടവൽ കൊടുക്കുകയും മഴ തോർന്നിട്ട് മാത്രം അവിടം വിട്ടു പോയാൽ മതിയെന്നും പെൺകുട്ടി അവനോട് പറയുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ പെൺകുട്ടിയുടെ ഫോണിലെ അലാറം അടിക്കുന്നു. അവളുടെ ഫോണിലെ അലാറം റിംഗ് ടോൺ ആവട്ടെ അവന്റെ ശബ്ദം തന്നെയായിരുന്നു. അത് അവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. യുവാവ് ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല പെൺകുട്ടി അവന്റെ വലിയൊരു ആരാധികയായിരിക്കുമെന്ന്. യുവാവ് അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പെൺകുട്ടിയോട് വെളിപ്പെടുത്താൻ തുടങ്ങിയതാണെങ്കിലും അവനെ കുറിച്ചുള്ള ഭാവനകൾ പെൺകുട്ടി ഈ സമയം അവനോട് തന്നെ പറയാൻ തുടങ്ങുന്നു. തന്റെ ഐഡിയയില് യഥാർത്ഥ ജീവിതത്തിൽ വളരെ ബ്രില്യന്റ് ആയിരിക്കുമെന്നൊക്കെ അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവന് തളർന്നുപോയ തന്റെ കാലുകളിലേക്ക് വിഷമത്തോടെ നോക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പെൺകുട്ടിയെ നിരാശപ്പെടുത്താതിരിക്കാനായിട്ട് അവൻ സത്യങ്ങൾ മൂടി വെക്കാൻ തീരുമാനിക്കുന്നു. യുവാവുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ താൻ താമസിക്കുന്ന സ്ഥലത്തിന് എതിർവശത്ത് തന്നെയാണ് അവനും താമസിക്കുന്നത് എന്ന് ആശ്ചര്യത്തോടെ തന്നെ പെൺകുട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി മഴ തോർന്നതിന് ശേഷം ഒരു മടിയും കൂടാതെ സ്വമേധയാ അവനെ താമസ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. തന്റെ വൈകല്യത്തെ ഒരു ബാധ്യതയെ കാണാതിരുന്നതിൽ യുവാവ് അവളോട് നന്ദി പറയുകയും ചെയ്യുന്നു. യുവാവിന്റെ വാക്കുകളിലെ അപകർഷതാബോധം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനാൽ തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കാനായി അവളുടെ ഐഡിയൽ ഫാൻസിനോട് പറഞ്ഞ വാക്കുകൾ അവൾ അവനോട് തന്നെ പറയുകയും ചെയ്യുന്നു. അവൾക്കറിയില്ലല്ലോ അവൾ ഇത്രയും ആകർഷിക്കപ്പെട്ട ശബ്ദത്തിന്റെ ഉടമ തന്റെ മുമ്പിലിരിക്കുന്ന ആള് തന്നെയാണെന്ന്. പരിചിതമായ വാക്കുകൾ അവളിൽ നിന്ന് കേട്ടപ്പോൾ തന്റെ ലോകത്തിലെ ഒരു ചെറു പ്രകാശകിരണമാണ് അവളെന്ന് അവന് തോന്നുന്നുണ്ട്. പെൺകുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം മാത്രമാണ് അവൻ അവളോട് നന്ദി പറഞ്ഞത്. എന്നാൽ അധിക സമയം വേണ്ടി വന്നില്ല. അവൾ വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് തന്റെ ഫോൺ യുവാവിന്റെ വീൽ ചെയറിൽ വെച്ച് മറന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. തന്റെ എതിർവശത്ത് തന്നെയാണ് അവൻ താമസിക്കുന്നതെങ്കിലും ഏത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നും പെൺകുട്ടിക്കും അറിയില്ലായിരുന്നു. അവളുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ മാത്രമാണ് തന്റെ വീൽ ചെയറിൽ അവള് ഫോൺ വെച്ചിരുന്നു എന്നുള്ള വിവരം അവനും മനസ്സിലാവുന്നത്. പെൺകുട്ടിയുടെ അമ്മയാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം അവന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ തുടരെ വിളിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ എന്ന് ഭയന്ന യുവാവ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യുവാവിന്റെ ശബ്ദം കേട്ട പെൺകുട്ടിയുടെ അമ്മയാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും അവനെന്ന് കരുതി കോള് കട്ട് ചെയ്യുന്നു.